ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ട് വന്നാലോ. കുറേ നാളായില്ലേ നമ്മൾ കുക്കീസൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയത്ത് പിള്ളേരൊക്കെ പുരക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ മക്കളുള്ള സമയത്ത് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ചോക്ലേറ്റ് കുക്കീസാണിത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ബട്ടർ വേണം. 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ വേണം കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബട്ടറിൻ്റെ ആ ഒരു ഷെൽഫുണ്ട്, അതിൽ ഞാൻ വലിയൊരു ബട്ടർ, അതായത് 500 ഗ്രാമിൻ്റെ ബട്ടർ വാങ്ങിച്ച് വെച്ചാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാനൊരു പാത്രം മീഷോ എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുക്കാം. അപ്പോൾ അത് നല്ലോണം എന്താ പറയുക, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. കുത്തുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള അൺസോൾട്ടഡ് ബട്ടർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പൊടിക്കാത്ത 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1.5 കപ്പോളം ചേർക്കാം. ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് അത് ഒന്ന് മതിയാവും കേട്ടോ. ബീറ്റർ വെച്ചിട്ട് ലോ സ്പീഡിൽ അതൊന്ന് മിക്സായി കൊടുക്കാം കേട്ടോ. ഒരു 4 മിനിറ്റോളം നന്നായിട്ടൊന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 4 മിനിറ്റോളം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് രണ്ടും കൂടിയിട്ട് ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടികൾ അരിച്ചു മാറ്റണം. അതിനായിട്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ ഇതിൻ്റെ മേലിൽ അരിപ്പ വെച്ചിട്ടാണ് പൊടി അരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ലംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടേന്ന് വെച്ചിട്ടാണ് അതൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് മൈദ നമ്മൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മൈദ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ സഹായത്തോടെ തന്നെ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദയും അതുപോലെ തന്നെ ബട്ടറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. ഒരുപാട് ഇട്ട് ബീറ്റൊന്നും ചെയ്യേണ്ട. ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു 1/2 കപ്പ് മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഈ ഒരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബിഗ്നേഴ്സിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ലൂസാവാൻ ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ചോക്ലേറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും അതായത് വൈറ്റ് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം
വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്ക് ചോക്ലേറ്റോ അല്ല ഡയറി മിൽക്കോ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കിംഗ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടിയിട്ട് 200 ഗ്രാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു നമ്മൾ കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ബാറ്റർ കുറവും ചോക്ലേറ്റ്സ് കൂടുതലാണ് വേണ്ടത്. അപ്പോഴാണ് ഈ ഒരു കുക്കീസിന് അത്രയും ടേസ്റ്റ് കിട്ടുന്നത്. ഇതൊരു ചോക്ലേറ്റ് കുക്കീസ് ആണല്ലോ, അപ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടാട്ടോ. ഇനി പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഡോ കയ്യിലെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതാ ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170യിൽ നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കുക്കീസ് ഇവിടെ റെഡിയാവും കേട്ടോ. അതായത് ഡബിൾ ചോക്ലേറ്റ് കുക്കീസ് ഇവിടെ റെഡിയാകും.